ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോറേഷൻ ഡ്രൈവിലെ ട്രാവൽസിലെ ഫസ്റ്റ് മെയിൻ വീഡിയോ ആണിത്. അപ്പോൾ പുതിയ കുടുംബക്കാരെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഉള്ള മുത്തുമണികളെ ഐ ലവ് യു, വീഡിയോ മൊത്തം കാണുക. നമ്മുടെ ഇന്നത്തെ യാത്ര വന്നിട്ട് മാ കാമാഖ്യ ദേവി ടെമ്പിളിലേക്കാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് യാത്ര തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ദൈവത്തിന് അനുഗ്രഹം മേടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു യാത്രയാണിത്. നമ്മൾ ഏതാണ്ട് രാവിലെ തന്നെ 3:45 എണീറ്റു. ഞാൻ എണീറ്റെന്ന് പറയാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യത്തിൽ, അതാ സത്യസന്ധമായ കാര്യം. ഞാൻ ലോഗൗട്ട് ചെയ്തത് 1:30 മണിക്കാണ്. അപ്പോൾ 3:45 ഞാൻ വന്നിട്ട് എണീറ്റ് കാത്തിരുന്നു. 3:45 യൂബർ ബുക്ക് ചെയ്തു. നമ്മൾ 4:15 നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി. തമാശ എന്താണെന്ന് വെച്ചാൽ എന്നെ ഇവിടെ രാമു വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ 5 മണിക്കാണ്, 5 മണിക്കോ 5:30 മണിക്കാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാ ചേട്ടാ ഇത്ര നേരത്തെ പോകുന്നത് എന്നൊക്കെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ 4:15 ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 4:28 ഞങ്ങൾ ക്യൂവിൽ കയറണം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അങ്ങോട്ട് ആൾക്കാർ പിന്നോട്ട് നിൽക്കുക, ആൾക്കാർ പിന്നോട്ട് പോകുന്ന. ഞങ്ങൾ 4:28 ക്യൂവിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടുന്നത് 8:28. എൻ്റെ പൊന്നു ഗൈസ്, ആദ്യം നമ്മൾ നേരെ പോകുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ യഥാർത്ഥ അമ്പലത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ദർശനം കിട്ടും. ഒന്ന് ജനറൽ ക്യൂവും, രണ്ടാമത് VIP. VIPക്ക് വന്നിട്ട് 500 രൂപേൻ്റെ ചാർജ് നല്ല നമുക്ക് ഇത്രയും ദൂരം ക്യൂ നിൽക്കാണ്ട് വേറൊരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. കാരണം അതായത് അവർക്ക് സ്പെഷ്യൽ ക്യൂ ഉണ്ട്, വളരെ ചെറിയൊരു ക്യൂ മാത്രമേ ഉള്ളൂ. അവർ സെപ്പറേറ്റ് ക്യൂ ആണ്. AC വെയിറ്റിംഗ് റൂംസ് ഉണ്ട്. ഇവിടെ നമുക്ക് ACയോ വേറെ ഒന്നുമില്ല, ACയും ഫാനും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേറൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വില്ലിങ് ആയിരുന്നു. നമ്മൾ അത്ര നേരത്തെ എത്തി ദൈവത്തെ കാണാൻ വേണ്ടി VIP ക്യൂവിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നില്ല. നമുക്കത് ഒത്തിരി സമയം ഇല്ല എങ്കിൽ നമുക്ക് നമുക്ക് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, അത് അവനവൻ്റെ ചോയ്സസ് ആണ്. പക്ഷേ ഞങ്ങൾ തൽക്കാലത്തേക്ക് കാമാഖ്യ ദേവി ടെമ്പിളിൽ VIP ക്യൂ വേണ്ട എന്ന സെൻസിലെടുത്തു. നമ്മൾ ജനറൽ ക്യൂവിൽ നമുക്ക് 325 എന്തോ നമ്മൾ ടോക്കൺ നമ്പർ കിട്ടിയത്. ഈ തമാശ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു പോയി ക്യൂവിൽ നിൽക്കുക, അവിടെ നിന്ന് ടോക്കൺ എടുക്കുക. ഈ 3-4 സ്റ്റെപ്പ് ക്യൂ ആയിട്ടാണ് കാമാഖ്യ ദേവി ടെമ്പിളിലേക്ക് നമ്മൾ ദർശനം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം, അപ്പോൾ ഞാൻ അവിടെ പരിചയപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, പലരും ക്യൂ വന്നിട്ട് 1 മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന്. കാരണം ചില ദിവസങ്ങളിൽ ക്യൂ 12 മണിക്കൂർ വരെ ദർശനം കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ കാമാഖ്യ ദേവി ദർശനത്തിന് വേണ്ടി പോകുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യം ഗൂഗിളൊക്കെ വിട്ടേക്കുക, 1 മണിക്കെങ്കിലും എത്തുക. അത് തിരക്ക്, കാരണം ചില ദിവസങ്ങൾ അവിടെ ദർശനം അവർ അലോ ചെയ്തില്ല. കാരണം ഈ ദേവിക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അതിന് വേറെന്താ പേരും പറയുന്നുണ്ട്, അങ്ങനെ എന്തോ പേര് പറയുന്നുണ്ട്. പക്ഷെ അതിന് ആ സമയത്ത് അവിടെ അലോ ചെയ്തില്ല. 12 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1 മണിയാകുമ്പോൾ അവിടെ എത്തുക. അവിടെ എപ്പോഴും 24 ലൈവ് ആണെന്ന് തോന്നുന്നു, 24/7 ലൈവ് ആയിരിക്കും. നിങ്ങൾ അവിടെ പോയി നിന്ന് നേരത്തെ ദർശനം വാങ്ങുക. ഞങ്ങൾ പറഞ്ഞില്ല 4:28 ക്യൂ നിന്നിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടുന്ന 8:28 അല്ലേ, 8:28 ഞങ്ങൾ ദർശനം കിട്ടുന്നത്. അത് ഒരു കാര്യം. പിന്നെ കാമാഖ്യ ദേവി ടെമ്പിളിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാധാന്യം പറയുന്നെങ്കിൽ ഇത് ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ത്യക്കാരെക്കാൾ കൂടുതലേക്ക് നേപ്പാളീസും നോർത്ത് ഇന്ത്യൻസുമാണ് കിടക്കുന്നത്. കാരണം തന്ത്രവിദ്യകൾ അഭ്യസിക്കുന്ന ആൾക്കാർക്ക്, അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതിൽ വിശ്വാസമുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ഈ കാമാഖ്യ ദേവി ടെമ്പിൾ. ശക്തിപീഠം എന്ന് പറയുന്നത് മഹാദേവനെ അച്ഛനായ ദക്ഷൻ ട്രീറ്റ് ചെയ്ത രീതിയിൽ വിഷമിച്ച് സതീദേവി ആത്മാഹൂതി ചെയ്യും. ആ ബോഡിയും കൊണ്ട് മഹാദേവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. അപ്പോൾ മഹാദേവനെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് മഹാവിഷ്ണു എന്ത് ചെയ്തു, 51 പീസസ് ആയിട്ട് സുദർശന ചക്രം ഉപയോഗിച്ച് സതീദേവിയെ കട്ട് ചെയ്തു. അതിൽ ഒരു പീസ് വന്ന് വീണത് ഇവിടെ എന്നാണ് വിശ്വാസം, അതും സതീദേവിയുടെ യോനി. അതുകൊണ്ടാണ് കാമാഖ്യ ദേവി ടെമ്പിൾ എന്ന പേര് വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഗൈസ്, കുടുംബക്കാരെ, ഈ അമ്പലത്തിനകത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എനർജി ലെവൽ, ആ പോസിറ്റീവ് എനർജി വൈബ്രേഷൻസ്, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് ഏറ്റവും ഒരു ഫൈനൽ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ VIP ക്യൂവും ലെഫ്റ്റ് സൈഡിൽ നമ്മളുമാണ്. ആദ്യം കുറച്ച് പേരായിട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപോലെ തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് എൻഡ് പോയിന്റിൽ. അപ്പോൾ നമ്മൾ ആദ്യം കയറുന്നു, ദർശനം മേടിക്കുന്നു, കുറച്ച് ഒരു വട്ടം ചുറ്റുന്നു. പിന്നെ നമ്മൾ കൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്കാണ്, കേവ് സിസ്റ്റമാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് കഷ്ടി മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ ഒരുപാട് ഡിലേ വരുന്നത്. എൻ്റെ പൊന്നു കുടുംബക്കാരെ, ആ ദർശനം, ആ ചൈതന്യം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ്. നമുക്ക് ആ ഒരു ലാസ്റ്റ് ക്യൂവിൻ്റെ അവിടുന്ന് അങ്ങോട്ടേക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫൈനാണ്, അവർ മൊബൈൽ പിടിച്ച് വയ്ക്കും. അപ്പോൾ ഞങ്ങൾ അതുവരെ മാത്രമേ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുള്ളൂ. അതിനുശേഷം കാണുന്നത് നമ്മുടെ പുറത്തുള്ള വിഷ്വൽസാണ്, ആ ഒരു സ്തൂപങ്ങളും ഒക്കെ. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ, അത് ഓർമ്മിക്കണം. ആടുകളെയും കണ്ടു. പക്ഷേ ഈ ഓവറോൾ
ഭയങ്കര വൈബാണ്, ഭയങ്കര എനർജി ലെവലാണ്, ഭയങ്കര പോസിറ്റീവായിട്ട് ഒപ്റ്റിമിസ്റ്റായിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങളുടെ തീരുമാനം ശരിയെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, അന്നും വിശ്വസിക്കുന്നു. കാര്യം എന്താ വെച്ചാൽ അത്രയും വലിയൊരു 32 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയെ അപ്പോൾ ഈ 32 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ സർവേശ്വരൻ്റെ, അത് ആരോ ആകട്ടെ, എല്ലാത്തിലും കുടികൊള്ളുന്ന ഒരു പരമചൈതന്യത്തിൻ്റെ ഒരു ആരോഗ്യം, അനുഗ്രഹം, ഒരു തുണ എപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് നല്ലതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഞങ്ങൾ മനസ്സറിഞ്ഞു, ഉള്ളു നിറഞ്ഞ് ദേവിയുടെ അനുഗ്രഹം മേടിച്ചു. മഹാദേവ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു, മഹാദേവൻ്റെ അനുഗ്രഹം മേടിച്ചു. നാലമ്പലങ്ങളും ചുറ്റമ്പലങ്ങളും ഒക്കെ തൊഴുതു, കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ നമ്മുടെ ചെരുപ്പൊക്കെ കൊണ്ട് നമ്മൾ പുറത്തോട്ട്, നമ്മൾ വെളിയിൽ നിന്നും കാശ് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചത് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോയിട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ ചെരുപ്പ് മോഷണമൊന്നുമില്ല കേട്ടോ, ചില അമ്പലങ്ങളിലുള്ളതുപോലെ. അതെ, ചെരുപ്പ് മോഷണമൊന്നുമില്ല. ഞങ്ങൾ എവിടെയാണ് ഇട്ടിട്ട് പോയത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫ് ദ ഡേ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക, എത്രത്തോളം നേരത്തെ എത്താൻ പറ്റും അത്രത്തോളം നേരത്തെ എത്താം. നിങ്ങൾക്ക് VIP കിട്ടുമെങ്കിൽ ഓക്കെ. വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, ഈ ഡിഫൻസ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ID കാർഡ് കൊടുത്താൽ പെട്ടെന്ന് കയറാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചമുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാ കാമാഖ്യ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ, നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവട്ടെ. ഇന്നേക്ക് ഇത്ര മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.